3 ഘാതം എക്സ് മൈനസ് വൈ സമം 2187. 3 ഘാതം എക്സ് പ്ലസ് വൈ സമം 243 ആയാൽ എക്സിൻ്റെ വില കാണുക, വൈൻ്റെ വില കാണുക. നമുക്ക് 3 ഘാതം എക്സ് മൈനസ് വൈ സമം 2187 തന്നിട്ടുണ്ട്. ഇവിടെ പാദസംഖ്യ 3ഉം കൃതി എക്സ് മൈനസ് വൈയുമാണ്. ഇവിടെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാം. അതായത് ഇവിടെ പാദസംഖ്യ 3 ആവുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2187നെ 3ൻ്റെ ഘടകങ്ങളായി പിരിച്ചെഴുതുക. 2187നെ 3 കൊണ്ട് ഹരിക്കുക. 7 3 21, 23 6, ശിഷ്ടം 2 27, 9 3 27. വീണ്ടും 3 കൊണ്ട് 23 6, ശിഷ്ടം 1 12, 4 3 12, 3 9. 3 കൊണ്ട് 8 3 24, 1 3 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 27 3 81. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 9 3 27. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3 9. വീണ്ടും 3 കൊണ്ട് ഹരിച്ച 1 3 3. അങ്ങനെ 1 എത്ര വരെ ഹരിക്കുക. അപ്പോൾ 1 2 3 4 5 6 7. 7 തവണ 3 കൂടിയതാണ് 2187. അപ്പം നമുക്ക് എന്തെഴുതാം? 3 ഘാതം എക്സ് മൈനസ് വൈ സമം 3 ഘാതം 7. 3 7 തവണ. ഇവിടെ പാദസംഖ്യകൾ തുല്യമാണ് ഈ സമവാക്യത്തിൽ. അപ്പം കൃതികൾ തുല്യമായിരിക്കും. അപ്പം നമുക്ക് ഇതിന്ന് എന്തെഴുതാം? എക്സ് മൈനസ് വൈ സമം 7 എന്ന് എഴുതാം. അവിടെ ഇരിക്കട്ടെ. ഈ ചെയ്ത പോലെ നമുക്ക് ഇതിനും ചെയ്യാം. എന്താണ്? 3 ഘാതം എക്സ് പ്ലസ് വൈ, 3 ഘാതം എക്സ് പ്ലസ് വൈ സമം 243നെയും നമുക്ക് 3ൻ്റെ ഘടകങ്ങളായിട്ട് എഴുതാം. അപ്പോൾ അത് ഇതിൽ തന്നെ ഉണ്ട്. 243 ഇവിടുന്ന് മുളക്കാണ് 243. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി. 1 2 3 4 5 തവണയാണ്. അപ്പോൾ 3 5 തവണ കൂടി 243 ആവും. അതിന് നമുക്ക് 3 ഘാതം 5 എന്ന് എഴുതാം. ഇതും ഒരു സമവാക്യമാണ്. പാദസംഖ്യകൾ തുല്യമാണ്. അപ്പോൾ കൃതികൾ തുല്യമായിരിക്കും. എക്സ് പ്ലസ് വൈ സമം 5. എക്സ് പ്ലസ് വൈ സമം 5. അപ്പം നമുക്ക് 2 സമവാക്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ സമവാക്യങ്ങൾ രണ്ടും കൂടി നമുക്ക് സോൾവ് ചെയ്താൽ മതി. അതായത് എക്സ് മൈനസ് വൈ സമം 7 ഈ സമവാക്യം എക്സ് പ്ലസ് വൈ സമം 5. ഈ സമവാക്യങ്ങൾ രണ്ടും കൂടി നമുക്ക് കൂട്ടുക. ഒരു എക്സും കൂട്ടിയ 2x, നെഗറ്റീവ് വൈയും പോസിറ്റീവ് വൈയും കൂട്ടിയ 0 ആയി പോയി. 7ഉം 5ഉം കൂട്ടിയ 12. 2x സമം 12 ആണെങ്കിൽ x സമം 12/2 6. നമുക്ക് എക്സിൻ്റെ വില കിട്ടി. ഏതെങ്കിലും ഒരു സമവാക്യം എടുത്ത് എഴുതിയിട്ട് അതിൽ എക്സിൻ്റെ വില കൊടുക്കുക. ഈ സമവാക്യം എടുത്ത് എഴുതുക. എന്താണ്? എക്സ് പ്ലസ് വൈ സമം 5. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 6 പ്ലസ് വൈ സമം 5. ഇതിന്നിങ്ങനെ വൈ കാണുക. ഈ ഭാഗത്ത് 5, ഈ 6 അങ്ങ് എടുക്കുമ്പോൾ -6. 5 6 കുറച്ചാൽ -1. എക്സിൻ്റെ വില 6, വൈയുടെ വില -1.